നമസ്കാരം സുഹൃത്തുക്കളെ. ഒക്കെയാണ് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അതേപോലെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിത് പറയുന്നത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇപ്പം നിങ്ങൾക്കിതിൽ യോജിക്കാൻ പറ്റുന്നവരുണ്ടാവും, യോജിക്കാൻ പറ്റുന്നവരുണ്ടാവും, വാട്ടവർ. അത് ഞാൻ നോക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയാണ്. ഇതിൽ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാവും നിങ്ങൾക്ക് എന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്തും വിളിക്കാം. എന്നെ എന്ത് പേരും ചിലപ്പോൾ വിളിച്ചു വരും. അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞു വന്നവരാണല്ലോ. നമ്മുടെ കൂടെ ഇരിക്കുന്ന പലരും, എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജനിച്ചു വളർന്നവരായിക്കോട്ടെ, ഇവരൊക്കെ പല വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കാം. അവർക്ക് അവരുടേതായ മതചിഹ്നങ്ങൾ ഉണ്ടാവാം. എന്താണ് നമ്മൾ മതേതരത്വം പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്? മതേതരത്വം എന്ന് പറയുന്നത് ഒരു മതവും അനുവദിക്കാതിരിക്കലല്ല മതേതരത്വം. മതേതരത്വത്തിൻ്റെ ഒരു വീക്ഷണം തന്നെ എന്താ? എല്ലാ മതങ്ങളെയും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മതേതരത്വം സാധ്യമാകുന്നത്. അല്ലാതെ ആർക്കും ഇവിടെ ഒന്നും വേണ്ടാന്ന് പറയുന്നതല്ല മതേതരത്വം. അവിടെയാണ് നമ്മുടെ വീക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം. എനിക്ക് തോന്നുന്നു ഈ സ്കൂൾ മാനേജ്മെന്റിനെ പറ്റിയൊരു അബദ്ധം അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവർ മതേതരത്വം കാണുന്നത് ആ രീതിയിലാണ്, അതായത് ഇവിടെ ഒന്നും പറ്റില്ല എന്നുള്ള രീതിയിലാണ്. അത് ആ ഒരു പ്രശ്നമാണ് അതിലുള്ളത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള പല സ്കൂളുകളും നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലേ? നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. MES പോലത്തുള്ള സംഘടനകൾ നടത്തുന്ന പല സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിൽ ഈ പറയുന്ന പോലെ ഒരു ശബരിമലയിൽ പോകുന്ന ഒരു കുട്ടി കറുത്ത ഡ്രസ് ഇട്ട് വന്നു, നിർബന്ധമായിട്ടും അതൊരു പ്രശ്നമാകാൻ പാടില്ല. അങ്ങനെ പ്രശ്നമാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പറയുന്ന മാനേജ്മെന്റ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. ഞാൻ എൻ്റെ അറിവിൽ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ എത്രയോ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ കണ്ട ആളാണ്. അവിടെയൊക്കെ ഇങ്ങനെയുള്ള കുട്ടികൾ പോകാറുണ്ട്. സോ ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്കൂളിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് എനിക്ക് ഒട്ടും പിടിയും കിട്ടുന്നില്ല. കാരണം അവിടുത്തെ പ്രിൻസിപ്പാള്, ഇപ്പം ഞാൻ പ്രിൻസിപ്പാളിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, വളരെ ബഹുമാനപൂർവ്വം ഞാൻ പറയുകയാണ്, അവരൊരു ദൈവ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവരൊരു കർത്താവിൻ്റെ മണവാട്ടിയാണ്. പക്ഷെ അവരുടെ സംസാരം രീതിയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നിയമത്തെ പറ്റിയിട്ട്, അതായത് സ്കൂളിലെ നിയമത്തെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. എന്താണ് സ്കൂളിലെ നിയമം? സ്കൂളിലെ നിയമം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് പാസ്സാക്കിയിട്ട് പാർലമെന്റ് ചർച്ച ചെയ്ത് പാസ്സാക്കിയ നിയമമൊന്നുമല്ലല്ലോ. നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മാറ്റാൻ പറ്റുന്ന, ഇനി അഥവാ ആ നിയമത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ആ നിയമം പാസ്സാക്കി പോയി, തിരുത്തിക്കോ. എന്താ ഇപ്പം ഇവിടെ പ്രശ്നമുള്ളത്? ആ ഒരു കുട്ടി തലയിൽ ശിരോവസ്ത്രം ധരിച്ചു വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി പിന്നെ ശബരിമലക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രം വന്നു, എന്താ ഇപ്പം പ്രശ്നം സംഭവിക്കാനുള്ള നമ്മുടെ രാജ്യത്ത്? ഇതെങ്ങനെയാണ് ഒരു കുട്ടികളെയോ അല്ലെങ്കിൽ ആ സമൂഹത്തിനെയോ എങ്ങനെയാണ് അത് പ്രതികൂലമായി ബാധിക്കുക? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവിടെ എത്രയോ കുട്ടികളുണ്ടല്ലോ. ഇവിടെ സർക്കാർ സ്കൂളുകളിൽ പോട്ടെ, നമ്മൾ മാനേജ്മെന്റ് ഒക്കെ എടുത്തു കളഞ്ഞു, സർക്കാർ സ്കൂളുകളിൽ ഇതെല്ലാം ധരിച്ചു വരുന്ന എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്ന കുട്ടികളുണ്ട്, അല്ലേ? നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള സ്കൂളാണ്. എന്നിട്ട് എന്താ നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചിട്ടുള്ളത്? നിങ്ങൾ അതിന് എന്താണ് നെഗറ്റീവ് കാണുന്നത്? എനിക്കതാ. മതചിഹ്നങ്ങൾ ധരിച്ചിട്ട് വന്ന ഒരു സ്ത്രീയാണ് പറയണത് ഇത് മതങ്ങൾ ഇവിടെ അനുവദിക്കാൻ പറ്റില്ല, മതപരമായിട്ട് വന്നിട്ടുള്ള ഒരു പരിപാടി പറ്റില്ല. അത് പിന്നെ ടീച്ചേഴ്സിന് അങ്ങനെ നിയമം ഇല്ലായിരിക്കാം, അവർ പാസ്സാക്കിയ നിയമം കുട്ടികൾക്ക് മാത്രം ബാധകമായിരിക്കും, അതൊക്കെ അവരിഷ്ടമാണ്, ഞാനതൊന്നും പറയുന്നില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു വൈരുദ്ധ്യം ഒന്നും കാണേണ്ട കാര്യമില്ല. ഒരു വേറെ രീതിയിലാണ്. ഇപ്പം സിഖ് മതത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ രീതിയിലുള്ള ചിഹ്നങ്ങൾ ധരിച്ചിട്ട് സ്കൂളിൽ വരുന്നുണ്ട് കുട്ടികൾ. ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരെനിക്കറിയില്ല. ഇങ്ങനെ തലയിലൊരു ഒരു ബോൾ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് വരുന്നുണ്ട്, അത് അലവുന്നുണ്ട് എല്ലായിടത്തും. ഇതൊക്കെ മതചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ശിരോവസ്ത്രം ധരിക്കുക എന്നുള്ളത് അവരുടെ മതപരമായ നിഷ്കഷ്ടയാണെങ്കിൽ അതിനെങ്ങനെയാണ് നമുക്ക് എതിർക്കാൻ പറ്റുക? അതും കൂടി അംഗീകരിച്ച്, ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ വളരെ കറക്റ്റായ തീരുമാനമാണ്, അതും കൂടി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണല്ലോ വേണ്ടത്. ഇനി വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങളുടെ മാനേജ്മെന്റിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അധികാരികൾക്കോ ഒരു ചോദ്യങ്ങൾ വരുമ്പം ഇതിനാരാണ് പ്രതികരിക്കേണ്ടത്? PTA പ്രസിഡന്റാണ് വന്നിട്ട് സ്കൂളിന്റെ അഭിപ്രായം പറയുന്നത്. PTA എന്താണ് ശരിക്കും പറയും? PTA പ്രസിഡന്റ് ആണോ ഒരു സ്കൂളിന്റെ നടപടിക്രമങ്ങൾ തീരുമാനിക്കേണ്ട ആള് ആണോ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? എന്തിനാണ് PTA പ്രസിഡന്റ്? അപ്പൊ എന്താ അവിടെ ആ സ്കൂളിന്റെ ഒരു സംവിധാനം എന്താന്നുള്ളത് നമുക്കൊരൊറ്റ ഒരു പുള്ളിയുടെ ഡയലോഗിൽ തന്നെ മനസ്സിലാവും. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുന്നത് PTA പ്രസിഡന്റാണ്. PTA പ്രസിഡന്റ് വന്നിട്ട് പറയാണ് ഈ കാര്യങ്ങളൊക്കെ പറ്റില്ല, അതാക്കില്ല. ആരാണ് PTA പ്രസിഡന്റ്? പറയൂ. PTA പ്രസിഡന്റിന് വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള ബന്ധം എന്താ അയാളുടെ ഉത്തരവാദിത്തം? അപ്പൊ ഇതിന്റെ പുറകിൽ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളുകൾ, പ്രത്യേകിച്ചിട്ട് സ്കൂളുകളിൽ അങ്ങനെ മതചിഹ്നം പറ്റില്ല എന്നും മതം നിഷ്കർഷിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം അവിടെ നിർബന്ധമായിട്ടും പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർണ്ണമായിട്ടും നമ്മളെപ്പോലെ ഒരു മതസഹോദര്യത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു നിയമം പറ്റുമോ എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും നമ്മൾ
മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ട ആവശ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ സർക്കാർ സ്കൂളിലല്ലേ അതില്ലാതിരിക്കണ്ടേ? സർക്കാർ സ്കൂളുകളിൽ ഇപ്പം ഞാൻ കണ്ടിടത്തോളം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ, മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ പ്രാർത്ഥനയടക്കം മതപരമായിട്ട് അവർ നടത്തുന്നുണ്ട്. അതിലൊരു കുറ്റവും കാണുന്നില്ല. നിങ്ങൾ ആരെ വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. എല്ലാ കുട്ടികളും ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരേ ദൈവത്തിനെ പ്രാർത്ഥിക്കണം, നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഇവർക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? ഇല്ലല്ലോ. ഇപ്പം മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലുള്ള എല്ലാവരും പോയിട്ട് 5 നിസ്കരിക്കണം എന്ന് നാളെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ആണോ അങ്ങനെ ചെയ്യാൻ പറ്റും? ഇതൊക്കെ നടക്കുന്ന കേസാണോ? നമ്മളെ പോലെ ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള, ഇത്രയും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ പറയുന്ന ഇമാതിരി സംസാരം, ഇത് ചർച്ച ചെയ്യുന്നതിന്റെ മോശമല്ലേ? ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ആ സ്കൂളിൽ നിന്ന് മാത്രം ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ട ഒരു വിഷയമായിരുന്നല്ലോ ഇതെന്തിനാണ് ഇപ്പം ആ കുട്ടി, ഞാൻ ഇനി വേറെ വരെ ആ കുട്ടി സ്കൂൾ മാറുകയാണെന്ന് പറയുന്നു, ആരാണ് അതിന് ഉത്തരവാദി? പറയൂ, ആരാണ് ഉത്തരവാദി? എൻ്റെ മകൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, ഇപ്പം ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വ്യക്തി, ആൾക്ക് മതപരമായിട്ട് എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നും ആ കുട്ടിക്ക് ഇങ്ങനെ നടക്കണം എന്നാണ് നിർബന്ധം എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് നമുക്കൊരു ഓപ്ഷൻ ഇല്ല, നമുക്കത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് അറിയോ? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സ്കൂളിലേക്ക് മാറിക്കോന്ന് ആരാ പറയണേ? നിങ്ങളൊരു വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങളെന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? എന്താ സൂപ്പർ മാർക്കറ്റാണോ? നിങ്ങൾക്ക് സൗകര്യമുള്ള ആളൊന്ന് വാങ്ങിച്ചാൽ മതി എന്ന് പറയാം. ഇനി സൗകര്യമുള്ള ഇപ്പം നിങ്ങളൊരു ഷോപ്പ്, ഒരു കച്ചവട സ്ഥാപനമായപ്പോലും നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല, നിങ്ങൾ ഇവിടുന്ന് വാങ്ങണ്ടെന്ന് പറയാൻ പറ്റില്ല. നിയമപരമായിട്ട് അത് തെറ്റാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഇവിടെ കൺട്രോൾ ചെയ്യാനും ഗവൺമെന്റിന് അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയ ഒരു രാജ്യത്തിരുന്നോണ്ട് പറയുകയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ സ്കൂൾ നോക്കി പോയിക്കോ. എന്താണ്, എവിടെയാണ് നിങ്ങളുള്ളത്? എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അപ്പം ഇതൊക്കെ വളരെ സെൻസിറ്റീവായ വിഷയങ്ങളാണ്. ഇതിനൊക്കെ കൈകാര്യം ചെയ്യാൻ പക്വതയുള്ള ആൾക്കാർ കൈകാര്യം ചെയ്യണം. ഈ പക്വത കുറവാണ് ഞാൻ ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കണ്ടത്. ഒന്നുകിൽ അവരത്ര വേറൊരു ഇന്റൻഷനോട് കൂടി സംസാരിക്കുന്നതോ പറയുന്നതോ ആയിരിക്കില്ല, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിന്റെ പുറകിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അത് ഉറപ്പാണ്. അത് നമ്മുടെ കേരള സമൂഹത്തിന്, കേരളത്തിലെ ഈ പറയുന്ന എന്താ പറയുക മതകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവിധ മതത്തിലുള്ളവർ വളരെ സൗഹാർദ്ദപൂർവ്വം പോകുന്നൊരു സ്ഥലമായിട്ടുള്ള സ്ഥലത്ത് അതൊട്ടും അഭിപ്രായമല്ല അങ്ങനെയുള്ള ചർച്ചകളെന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. ഇനി രണ്ടാമത് കുട്ടിയുടെ പിതാവിൻ്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. പുള്ളി പറയുന്നത് ഞാൻ അവിടെ സ്കൂളിൽ അയക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞാനും അതിനെ പിന്താങ്ങുകയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി ആ കുട്ടി ആ സ്കൂളിൽ പഠിക്കാമെന്നുള്ളത് ആ കുട്ടിക്കും അതുപോലെ അവിടെ ഉള്ളവർക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മാനസികമായിട്ട് അതൊരു വലിയ ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ തീരുമാനമാണ് ആ കുട്ടി വേറെ ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിക്കുക. ഇനി ഞാൻ രക്ഷിതാക്കളോടൊക്കെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളൊരു സ്കൂളിൽ ചേർക്കുമ്പം ആ സ്കൂളിനെ പറ്റി നന്നായിട്ടൊന്ന് പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഞാൻ കൃത്യമായിട്ട് ആ സ്കൂളിനെ പറ്റി പഠിക്കുന്നുണ്ട്. ആ സ്കൂളിന് എന്താണ് അവരൊരു ആറ്റിറ്റ്യൂഡെന്ന് ഇനി പഠിക്കേണ്ടി വരും. ഏത് സ്കൂളിൽ ചേർക്കുമ്പോൾ അത് ചിന്തിക്കുക. ഇത് നമുക്കൊരു അനുഭവമാണ്. കാരണം അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് പലരും പല സ്കൂളുകളും ചെന്നെത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് അതൊരു സാമൂഹിക സേവനമാണ്, അല്ലാതെ കച്ചവടമല്ല. അവിടെയാണ് അതിൻ്റെ പ്രശ്നമുള്ളത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.